നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി രംഗത്ത്. ശില്പം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18, 19 തീയതികളിലായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി രംഗത്ത്. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ സാംസ്കാരിക സംഘടനയായ KPCC സംസ്കാര സാഹിതി രംഗത്തെത്തി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശില്പം ഒരു കലാകാരന്റെ വിലമതിക്കാനാകാത്ത കൃതിയാണെന്നും ഇത് ആലപ്പുഴയുടെ സംസ്കാരപരമായ മുഖച്ഛായയുടെ ഭാഗമാണെന്നും സംഘടന വ്യക്തമാക്കി. വികസനത്തിന് എതിരല്ലെങ്കിലും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ സംരക്ഷിക്കപ്പെടണമെന്നും അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും KPCC സംസ്കാര സാഹിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആവശ്യമാണ്. ഈ പട്ടണം തന്നെ അറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് എന്നാണ്. ഈ കിഴക്കിന്റെ വെനീസായ ഈ തോടിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശില്പം, അതിമനോഹരമായ ഈ ശില്പം സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ്, ഇവിടെ നമുക്കറിയാം നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഏത് സമയത്തും പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്ന കുന്തവും കുറച്ചക്കറവും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആ മന്ത്രി ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജില്ലാ സാഹിതി ചെയർമാൻ A. കബീർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ആലപ്പി അഷ്റഫ്, ജയേഷ് അംബാൻ, തോമസ് പാലത്തറ, അഞ്ചയിൽ രഘു, ശില്പി അജയൻ V. കാട്ടുങ്കൽ, KE അഹമ്മദ്, സുബൈർ, തോമസ് പള്ളിക്കാടൻ, അനിൽ തൈവിടാൻ, സാജിദ് എന്നിവർ സംസാരിച്ചു. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഡിസംബറിൽ തൃശൂരിൽ നടത്തിയ പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മികച്ച വിജയം നേടിയവരെയും സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയവരെയും ഉൾപ്പെടെയുള്ള 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. H. സലാം MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അബാക്കസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുതിരപ്പന്തി SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ നൌഷാദ് അലി അധ്യക്ഷനായി. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് വിദ്യാർത്ഥികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, കൗൺസിലർമാരായ B. അജേഷ്, ക്ലാരമ പീറ്റർ, സിജോ ജോൺ, അഖിൽ ശ്രീകുമാർ, ശ്രുതി വിപിൻ എന്നിവർ സംസാരിച്ചു. ഫാത്തിമ കബീർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാതെ വാർഡിൽ കഴിയുകയായിരുന്ന കായംകുളം സ്വദേശിനി രോഹിണി പിള്ള, ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിനി സുഹറ ബീവി, രഞ്ജിത്ത് എന്നിവരുടെ സംരക്ഷണമാണ് കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തത്. ഇവരുടെ വിഷമസ്ഥിതി ആശുപത്രി അധികൃതർ പൊതുപ്രവർത്തകനായ UM കബീറിനെ അറിയിക്കുകയും തുടർന്ന് കിടങ്ങന്നൂർ കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായം തേടുകയുമായിരുന്നു. ചെയർമാൻ അബ്ദുൾ അസീസ്, കരുണാലയം PRO അഞ്ജു R, ലൈജു, ഉദയരാജ്, ഷിഹാബ് എന്നിവരെത്തി 3 കരുണാലയത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. UM കബീർ, സീനിയർ നഴ്സിംഗ് ഓഫീസർ സിൻസി ജോൺ പ്രീതി എന്നിവർ സന്നിഹിതരായിരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു.
നിലവിൽ 25 കിടക്ക സൗകര്യമുള്ളതിൽ 10 എണ്ണം കൂടി വർദ്ധിപ്പിച്ച് 35 കിടക്ക സൗകര്യമൊരുക്കുന്നതോടെ ICU കിടക്കകൾ ലഭിക്കാതെ അത്യാസന്ന നിലയിലുള്ള രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന് കുറച്ചെങ്കിലും പരിഹാരമാകും. അടിയന്തരമായി ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കാട്ടി H. സലാം MLA ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിസിൻ വിഭാഗത്തിൽ കിടക്ക സൗകര്യം വർദ്ധിപ്പിക്കാൻ അവസരമൊരുങ്ങിയത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിനിധി സമ്മേളനം, മഹിളാ യുവജന സമ്മേളനം, സെമിനാറുകൾ, പൊതുസമ്മേളനം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ജാതി സെൻസസ് നടപ്പാക്കുക, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നീ ആവശ്യമാണ് സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഈ മാസം 18-ന് ആലപ്പുഴ പുളിമൂട്ടിൽ ഹാളിൽ സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. 19-ാം തീയതി രാവിലെ ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന മഹിളാ യുവജന സമ്മേളനം ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി M. കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30-ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കും. IR സദാനന്ദൻ, തങ്കച്ചൻ ഇല്ലിച്ചിറ, മിനി ബാലചന്ദ്രൻ, സന്തോഷ് കുമാരി, O. അച്യുതൻ, AK ബിജു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ഐക്യം എന്നുള്ളതാണ് സംഘടനയുടെ ഒരു പൊതു ഉദ്ദേശം. എന്നാൽ അതിന് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും അത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 50ാം സംസ്ഥാന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് മെയ് 18-19 തീയതികളിലാണ് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനമാണ്. രണ്ടാമത്തെ ദിവസം ആണ് 10:30. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ നഗരത്തിലെ കനാൽക്കരയിലെ മത്സ്യകന്യകയുടെ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി രംഗത്ത്. ശില്പം മാറ്റി സ്ഥാപിക്കണമെന്നും ആവശ്യം. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അമ്പലപ്പുഴ MLA H. സലാം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് കുട്ടികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. ആശുപത്രിയിൽ നിന്നും പോകാനിടമില്ലാത്ത 3 പേരുടെ സംരക്ഷണം ഏറ്റെടുത്ത് കരുണാലയം രംഗത്ത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് പോകാനിടമില്ലാത്ത 3 പേരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.